ഇന്നലെയാണ് നടി അൻസിബ ഹസൻ നൽകിയ തുടർച്ചയായ പരാതികളിൽ ടിനി ടോമിനെതിരെ BNS വകുപ്പുകളിട്ട് കേസെടുത്തത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെ ജിഹാദി എന്ന രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്നുള്ള ചില പരാമർശങ്ങൾ ടിനി ടോമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. പോലീസിൽ പരാതി നൽകിയിരുന്നു, പക്ഷേ തെളിവുകളില്ല എന്നതിൻ്റെ പേരിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. പിന്നീട് കോടതിയെ സമീപിക്കുകയാണ് അൻസിബ ചെയ്തത്. കോടതിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ പരാതിയിൽ ടിനി ടോമിനെ ഉടൻ ചോദ്യം ചെയ്യും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കടവന്ത്ര പോലീസിന് മുന്നിൽ ടിനി ടോമിന് ഹാജരാകേണ്ടി വരും. എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശം ഈ വിഷയത്തിൽ നിർണായകമായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഈ വിഷയത്തിലും ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരും. ഡാനി, ഇത് പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. നേരത്തെ തെളിവില്ല എന്ന് കണ്ട് പോലീസ് പരിഗണിക്കാതിരുന്ന ഒരു വിഷയം കോടതി മനസ്സിലാക്കുന്നു, അതിൽ തെളിവുണ്ടെന്ന്. കോടതി ഇടപെടുന്നു, ഒടുവിൽ കേസുമായി മുന്നോട്ട് പോകേണ്ട പശ്ചാത്തലം വരുന്നു. ഉടൻ തന്നെ ടിനിയെ വിളിച്ചു വരുത്തുമോ? നിലവിലത്തെ സാഹചര്യം അതുതന്നെയാണ്. ഉടൻ ടിനിയെ വിളിച്ചു വരുത്താൻ തന്നെയാണ് സാധ്യത. കാരണം ഈ കേസിൽ കോടതിയിൽ നിന്ന് പോലീസിന് ഒരു രീതിയിൽ വിമർശനം ഏറ്റിരുന്നു. കാരണം നേരത്തെ പോലീസ് നൽകിയ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇതിൽ കേസെടുക്കാൻ മാത്രം തെളിവുകളില്ല എന്നതാണ്. ടിനി ടോം നടത്തിയ പരാമർശം അത് തമാശ രൂപേണ പറഞ്ഞതാണ് എന്നതെല്ലാം തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അൻസിബ കോടതിയെ സമീപിക്കുമ്പോൾ അൻസിബയ്ക്ക് ഇതിൽ ഒരു അനുകൂലമായതും ടിനിക്ക് വലിയ രീതിയിൽ തിരിച്ചടിയായതും മറ്റൊരു നടിയുടെ മൊഴിയാണ്. കാരണം ഇവർ പറഞ്ഞത് താൻ ഇത്തരം പരാമർശങ്ങൾ അത് ഇങ്ങനെ അപമാനിക്കുന്നത് കേട്ടു എന്ന രീതിയിലാണ് അവർ പറഞ്ഞത്. ആ മൊഴിയാണ് ടിനിക്കും തിരിച്ചടിയായത്. ഈ രീതിയിൽ അൻസിബയെ മോശമായ രീതിയിൽ വാക്കുകൾ കൊണ്ട് അധിക്ഷേപിക്കുക, ഒപ്പം തന്നെ ജിഹാദി പരാമർശങ്ങൾ നടത്തുക എന്നതെല്ലാം പറഞ്ഞതാണ് ടിനി ടോമിന് തിരിച്ചടിയായത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാണ്, ഒരു സ്ത്രീയെ അധിക്ഷേപിക്കുക, വർഗീയമായി ചിത്രീകരിക്കുക എന്നീ വകുപ്പുകൾ തന്നെയാണ് ടിനിക്കെതിരെയും വരുന്നത്. ഈ രണ്ട് പരാമർശങ്ങളുടെ പേരിലും ടിനിക്കെതിരെ കേസെടുക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൽ പോലീസ് കുറച്ചുകൂടി വിശാലമായി അന്വേഷിക്കേണ്ടിയിരുന്നു എന്നതെല്ലാം തന്നെ കോടതിയുടെ പരാമർശങ്ങളിലുണ്ട്. അതാണ് കോടതിക്ക് പോലീസിന് ഒരു തിരിച്ചടിയാവുന്നത്. അത് വളരെ പെട്ടെന്ന് കേസെടുക്കാനായിട്ടുള്ളൊരു നിർദ്ദേശമടക്കം ഇതിലൂടെയാണ് വരികയും ചെയ്യുന്നത്. ഏതായാലും പോലീസിൻ്റെ ആദ്യ റിപ്പോർട്ടിൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്മീഷണർ പ്രതികരിച്ചപ്പോഴും ഉണ്ടായിരുന്നത് ഈ താരസംഘടനയായ അമ്മയ്ക്കകത്തെ കുഴപ്പങ്ങളാണ് ഈ രീതിയിലേക്കെല്ലാം തന്നെ വരുന്നത് എന്നതാണ്. അത് ഏതാണ്ടും ശരി തന്നെയാണ്. കാരണം നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് താരസംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു. അതിൻ്റെ ഒരു ഭാഗത്താണ് ഈ ഒരു കേസും വരികയും ചെയ്യുന്നത്. കാരണം അതിനകത്ത് പറഞ്ഞ സംഭവങ്ങൾ താൻ കേട്ടു എന്ന രീതിയിലാണ് പിന്നീട് പരാതിയുമായി എല്ലാം തന്നെ വരുന്നത്. പോലീസിൽ ആദ്യം നൽകിയ പരാതിയിൽ തെളിവില്ല എന്ന രീതിയിൽ തന്നെ മാറ്റുന്നു. പക്ഷെ പിന്നീട് കോടതിയെ സമീപിച്ചാണ് അൻസിബ ഇപ്പോൾ അനുകൂല ഉത്തരവ് നേടുകയും ഇപ്പോൾ ടിനിക്കെതിരെ കേസെടുത്തിരിക്കുകയും ചെയ്യുന്നത്. വൈകാതെ കടവന്ത്ര പോലീസ് ഈ കേസിൽ ടിനിയെ വിളിച്ചു വരുത്താൻ തന്നെയാണ് സാധ്യത. മറ്റ് തുടർ നടപടികളിലേക്ക് അടക്കം നീങ്ങിയേക്കും. ഏതായാലും ടിനിയും ഒരു നിയമസാധ്യത, അതിൻ്റെ ഭാഗമായിട്ട് നിയമപരിരക്ഷ നേടാനുള്ള ചില ശ്രമങ്ങൾ കൂടി ടിനിയുടെ ഭാഗത്തു നിന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.